ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്നൊരു ഉച്ചക്ക് ഒരു ഫുഡാക്കുന്ന സമയത്ത് ഞാൻ ഒരു കുഞ്ഞു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിതാ ഉച്ചക്ക് നമ്മൾ കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഞ്ഞിയൊക്കെ വെന്ത് വന്നിട്ട് നമ്മളിതാ ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പം എൻ്റെ പറക്കുന്ന ഇങ്ങനെയല്ല കേട്ടോ ഊറ്റിയെടുക്കൽ, ഇങ്ങനെ കമിഴ്ത്തി വെച്ചിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാവർക്കും അറിയായിരിക്കും. ചിലയിടത്ത് ഇങ്ങനെ ആയിരിക്കും, ചിലയിടത്ത് അങ്ങനെ ആയിരിക്കും. ഞാൻ ഈ കഞ്ഞി വെച്ച കാലം കമിഴ്ത്തി വെച്ചിട്ട് അങ്ങനെ ഒന്ന് വെള്ളം ഊറ്റി ചോറെടുക്കൽ കേട്ടോ. അപ്പം ഇവിടുന്ന് എങ്ങനെയാണ് എടുക്കാറ്. അപ്പം എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഇങ്ങനെ തന്നെയാണ് തോന്നിയത്. അപ്പം ഞാനിതാ ഇങ്ങനെ ചോറൂറ്റി എടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് മീൻ പൊരിക്കാം. അയിലയാണ് കേട്ടോ മീൻ. പിന്നെ ഞാൻ മീനൊന്നും കൂട്ടാറില്ല. ഓക്കെ, മീൻ കറിയൊക്കെ കൂട്ടും, മീനൊന്നും കൂട്ടാറില്ല. പക്ഷെ മീൻ കറിയും മീൻ പൊരിക്കൊക്കെ എല്ലാം ചെയ്യും കേട്ടോ. പക്ഷെ ഒന്നും കൂട്ടാറില്ലെന്നേ ഉള്ളൂ. പിന്നെന്താണ്, ഓക്കെ. അപ്പോൾ നമ്മളിതാ പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ലേശം എണ്ണ ഒഴിച്ചിട്ട് മീൻ പൊരിക്കാനാണ് കേട്ടോ. അപ്പോൾ പാനിലത് അവിടെ ഏകദേശം ചൂടായി. നമുക്കതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കേ. അപ്പോൾ ഇത് മീൻ ഒരു സൈഡ് കുറച്ചായ സമയത്ത് ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ട് ഇപ്പുറം മീൻ കറി വെക്കാൻ പോവാണ് കേട്ടോ ചെയ്യുന്നത്. ഓക്കെ. അപ്പം നമുക്ക് കറി വെക്കാനായിട്ട് ഏതൊരു പാത്രം വെച്ചിട്ടുണ്ട് ഞാൻ. അത് ചൂടായി വന്നതിന് നമുക്ക് എന്താ പറയുക, കടുക് കിട്ടുമെന്ന് ആദ്യം കാച്ച, എന്നിട്ട് നമുക്ക് കറി വെക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഞാനത് ഇപ്പുറത്തെ മീൻ മറിച്ചിടുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഉള്ളത്. എന്നിട്ട് മറിച്ചിട്ടതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. നമ്മളിതാ ഇവിടെ കറിക്ക് വേണ്ടിയിട്ട് പാത്രത്തിൽ ചൂടായ ശേഷം എണ്ണ ഒഴിച്ച് കൊടുത്ത് കേട്ടോ. എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഇടാൻ പോകുന്നത് കടുകാണ്. ഓക്കെ. അപ്പോൾ കടുകൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് അതിൽ വെളുത്തുള്ളി, കറിവേപ്പിലയും ഒന്ന് പച്ചമുളക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അയവാടും ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ.
ഉള്ളി വെച്ചാൽ വളരെ കുറവേ ഉണ്ട്. മീൻ കറിക്ക് അങ്ങനെ ഉള്ളി ഇടാറില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പം ബാക്കിയുള്ളവരെല്ലാവരും കറി എങ്ങനെ വെക്കാൻ എനിക്കറിയില്ല. അപ്പോൾ ഉള്ളി അതുപോലെ പച്ചമുളകും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇളക്കിയതിന് ശേഷം നമുക്ക് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് മഞ്ഞൾ ഓൾറെഡി തീർന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇതിൽ മഞ്ഞൾ ഇട്ടിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, മഞ്ഞളൊന്നും സ്കിപ്പ് ചെയ്തൊന്നും ആവുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നല്ലപോലെ ഇളക്കിയതിന് ശേഷം കുറച്ചുള്ളി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഓവർ ടൈം ഇളക്കാനൊന്നും കഴിയില്ല, പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയ പാടും നമുക്കതിലേക്ക് എന്താ പറയുക ആവശ്യത്തിനായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പിട്ടിട്ട് ഇളക്കുമ്പോൾ തന്നെ ഏകദേശം കരിയാൻ തുടങ്ങും, കാരണം വളരെ കുറവ് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എന്താ പറയുക വേഗം കരിയും. ഓക്കെ, അപ്പം അതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് തക്കാളിയാണ് കേട്ടോ. തക്കാളി ഞാൻ ജ്യൂസ് അരച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഞാനത് എൻ്റെ ഉമ്മ വെക്കുന്നതായിട്ട് അങ്ങനെ ഇട്ടതാണ്. തക്കാളി ജ്യൂസിൽ അരച്ചിട്ടാണ് ഇട്ട് കൊടുത്തത്. അപ്പം ഞാനിതിൽ ഉപ്പിട്ടോ ഇല്ലെന്ന് എനിക്ക് മറന്നു പോയിട്ടാ. വീഡിയോയിൽ ഇതുവരെ കണ്ടതിൽ ഉപ്പിട്ടത് കാണില്ല, ഇനി ഡിലീറ്റ് ആയി പോയോന്നറിയില്ല. സ്ട്രൈറ്റ് വീഡിയോ ആയിരുന്നു എടുത്തിട്ടുണ്ടായത്. പക്ഷെ ഞാനിപ്പം ഇങ്ങനെ കട്ടായിട്ട് ചെയ്തപ്പോൾ ഉപ്പിടുന്നത് പോയോന്നറിയില്ല. അപ്പോൾ ഇടയ്ക്ക് എവിടെയും കാണുന്നുണ്ടെങ്കിൽ അത് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക ആവശ്യത്തിന് കുറച്ച് ഞാനൊന്ന് കത്തുന്നത് കൊണ്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഗൈസ് ഞാൻ അതാ ഉപ്പിടുന്നുണ്ട്. ഉപ്പ് എനിക്ക് തോന്നുന്നു ഞാൻ മഞ്ഞപ്പൊടി ഇല്ലാത്തതുകൊണ്ട് വയ്യ ഇടാണ്ട് വെച്ചിട്ട് അങ്ങനെ പിന്നെ ഇട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഉപ്പിട്ടു. ഇനി നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മുളക് കറിയാണ് വെക്കുന്നത്, തേങ്ങക്കറിയല്ല. അപ്പം ഇടിച്ചിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടി ചേർക്കണോ വേണ്ടോ എന്നൊരു ഡൗട്ടായിരുന്നു. ഞാൻ പയ്യെ ഒന്ന് ജ്യൂസിൽ ഒരു തക്കാളിയും കൂടി അടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഒരു തക്കാളിയും അതിൽ ഇച്ചിരി മല്ലിപ്പൊടിയും കൂടി അടിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്നും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിന്. അപ്പം ഞാനിന്ന് പച്ചക്കറിയൊന്നും വറുത്തിട്ടുണ്ടായില്ല കേട്ടോ ചോറിന്. അപ്പം ഞാൻ വിചാരിച്ചു പൈനാപ്പിളൊന്ന് മുറിച്ചിടാമെന്ന് വിചാരിച്ചു ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. പൈനാപ്പിളും ഉപ്പും നാരങ്ങയൊക്കെ പിന്നിട്ട് ഒരു അങ്ങനെ ഒരു ടൈപ്പിലാക്കാമെന്ന് വിചാരിച്ച്. ഓക്കെ, അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ട് പൈനാപ്പിൾ മുറിക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ സംസാരിച്ചുകൊണ്ടല്ല വീഡിയോ എടുത്തത്. ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഓർവേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ജസ്റ്റ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ എഴുതുന്നത് ടാറ്റാ ബൈ.